നമസ്കാരം. ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകക്രമത്തെ ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത് സ്ഫോടനാത്മകമായ യാഥാർത്ഥ്യങ്ങളുടെ കളിത്തട്ടെന്നും അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒഴുക്കിൻ്റെ യുഗമെന്നുമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിലും സഖ്യങ്ങളിലും അധികാര സന്തുലിതാവസ്ഥയിലും നിരന്തരമായ മാറ്റങ്ങൾ പ്രകടമാകുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കാൻ ഏതൊരു രാജ്യവും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇന്ത്യയും അയൽരാജ്യമായ നേപ്പാളും തമ്മിലുള്ള സുദീർഘമായ ബന്ധവും ഈ ആഗോള യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഭൂമിശാസ്ത്രപരമായ സാമീപ്യം, സാംസ്കാരികവും നാഗരികവുമായ സമാനതകൾ, ജനങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള സമ്പർക്കം, ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധത എന്നിവയാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിൻ്റെ ശക്തമായ അടിത്തറ. എങ്കിലും മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ പരമ്പരാഗത ബന്ധത്തിലും പുതിയ വെല്ലുവിളികളിലും സാധ്യതകളും ഉയർത്തുന്നുണ്ട്. ഈ മാറ്റങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യമോ സർക്കാരോ മാത്രമല്ല ഉത്തരവാദികൾ, മറിച്ച് ബഹുമുഖങ്ങളായ ആഗോള ചലനങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നേപ്പാളിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലുണ്ടായ സമീപകാല മാറ്റങ്ങൾ ഈ ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായകമായൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. പൊതു തെരഞ്ഞെടുപ്പിൽ ഏകദേശം 3/2 ഭൂരിപക്ഷത്തോടെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അഥവാ RSP ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വന്നത് രാജ്യത്ത് ദീർഘകാല രാഷ്ട്രീയ സ്ഥിരതയ്ക്കുള്ള വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഈ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിരതയെ ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഒരു സുപ്രധാന ആയുധമാക്കി മാറ്റേണ്ടതുണ്ട്. നേപ്പാളിൽ 3/2 ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇത് ആദ്യമായല്ല. മുമ്പ് കമ്മ്യൂണിസ്റ്റ് സഖ്യം സമാനമായ വലിയ ഭൂരിപക്ഷം നേടിയിരുന്നുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ കാരണം ആ ജനവിധി പാഴായി പോകുകയും രാജ്യത്തിൻ്റെ ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥ കൂടുതൽ തകരുകയുമാണ് ഉണ്ടായത്. എന്നാൽ ജെൻസി പ്രസ്ഥാനത്തിന് ശേഷമുണ്ടായ പുതിയ രാഷ്ട്രീയ അന്തരീക്ഷം നേപ്പാളിന് പുതിയൊരു അവസരമാണ് തുറന്നു നൽകിയിരിക്കുന്നത്. യുവാവായ പുതിയ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പരമ്പരാഗതമായ വിദേശ നയങ്ങളിൽ നിന്ന് വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. നേപ്പാൾ ഇനി മുതൽ വൻ ശക്തികൾക്കിടയിലെ ഒരു മധ്യവർത്തി രാജ്യം ആയിരിക്കില്ല എന്നും ഇരു രാജ്യങ്ങളിൽ നിന്നും തുല്യ അകലം പാലിക്കുന്ന നയത്തിന് പകരം ഇരു രാജ്യങ്ങളുമായി തുല്യ സാമീപ്യം പുലർത്തുന്ന ഒരു ചലനാത്മകമായ പാലമായി പ്രവർത്തിക്കുമെന്നാണ് പുതിയ ഭരണകൂടത്തിൻ്റെ പ്രഖ്യാപനം. ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ചെയർമാൻ രവി ലാമിച്ചാനെ അടുത്തിടെ നടത്തിയ 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പ്രസക്തമാകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ക്ഷണപ്രകാരം നടത്തിയ ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയർത്താനുള്ള തന്ത്രപരമായ ശ്രമമായിട്ട് വേണം വിലയിരുത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യൻ നേതൃത്വവുമായി രവി ലാമിച്ചാനെ നടത്തിയ കൂടിക്കാഴ്ചകൾ നേപ്പാളിൻ്റെ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളെ ഇന്ത്യ അതീവ താൽപ്പര്യത്തോടെയാണ് വീക്ഷിക്കുന്നതിൻ്റെ തെളിവാണ്. തൊട്ടുപിന്നാലെ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ നടത്തിയ ഔദ്യോഗിക സന്ദർശനവും S ജയശങ്കറുമായി നടത്തിയ ചർച്ചകളും ഒട്ടേറെ പ്രാഥമിക കരാറുകളിലാണ് കലാശിച്ചത്. ഇത് പുതിയ ഭരണകൂടത്തിന് കീഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിൻ്റെ ശുഭസൂചനയായി കണക്കാക്കാം. എന്നിരുന്നാലും കാലങ്ങളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ ഇപ്പോഴും ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിന് മേൽ നിഴൽ വീഴ്ത്തുന്നുണ്ട്. കലാപാനി, ലുപുലേഖ്, ലിംഫ്യാതുര തുടങ്ങിയ പ്രദേശങ്ങളെ ചൊല്ലി ചരിത്രപരമായ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളും നിശബ്ദ നയതന്ത്രവും അല്ലാതെ മറ്റ് ബദലുകളില്ല. ഇത്തരം സങ്കീർണമായ വിഷയങ്ങളിൽ അക്ഷമയോ വൈകാരികമായ പ്രസ്താവനകളോ രാഷ്ട്രീയ തീവ്രവാദമോ ഗുണം ചെയ്യില്ല. അതിർത്തി തർക്കത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ പ്രസ്താവനകൾ നയതന്ത്ര തലത്തിൽ പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും അത് അതിർത്തി ലംഘനവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണെന്ന വ്യക്തത വന്നതോടെ ആശങ്കകൾ ഒഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും വിദേശ നയങ്ങളിലെ ചെറിയൊരു അപക്വത പോലും വലിയ വില നൽകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം ഭരണകൂടം വിസ്മരിക്കരുത്. ഒരു പ്രത്യേക വിഷയത്തിലെ തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മറ്റ് മേഖലകളിലെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ അനുവദിക്കരുത്. നിലവിൽ പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചരിത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ താൽക്കാലികമായി മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകണം. 8 വർഷം മുൻപ് തയ്യാറാക്കിയ എമിനൻറ്റ് പേഴ്സണൽ ഗ്രൂപ്പ് റിപ്പോർട്ട് ഇതിനൊരു ഉദാഹരണമാണ്. ഈ റിപ്പോർട്ട് ഇരുപക്ഷത്തിനും പൂർണ്ണമായി സ്വീകാര്യമല്ലെങ്കിൽ പുതിയ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ പുനഃപരിശോധിക്കാൻ ഒരു പുതിയ സംയുക്ത സമിതി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അത് മാറ്റിവെക്കുകയോ ചെയ്യേണ്ടതാണ്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള പരമ്പരാഗതമായ
റോട്ടി ബേട്ടി എന്ന സാംസ്കാരിക സമവാക്യത്തിന് ഇന്ന് ആധുനികമായൊരു പുനർനിർവചനം ആവശ്യമാണ്. ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ എത്ര ശക്തമാണെങ്കിലും ആധുനിക യുഗത്തിൽ ശക്തമായ സാമ്പത്തിക സഹകരണവും കണക്ടിവിറ്റിയും അടിസ്ഥാന സൗകര്യ വികസനവുമില്ലാതെ അവയ്ക്ക് നിലനിൽപ്പില്ല. വടക്ക് ചൈനയുമായി റെയിൽവേ ബന്ധം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് നേപ്പാളിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോഴും ഭൂമിശാസ്ത്രപരമായി ഏറെ എളുപ്പമുള്ള തെക്കൻ അതിർത്തിയിലെ രക്സോൾ കാഠ്മണ്ഡു റെയിൽവേ ലൈനിനെക്കുറിച്ചുള്ള ചർച്ചകൾ കുറവാണ്. ഇത് സർക്കാരുകളും രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ചാൽ വെറും 136 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ഇത് സാമ്പത്തിക വളർച്ചയ്ക്കും ടൂറിസത്തിനും വലിയ സംഭാവന നൽകും. നേപ്പാൾ നിർമ്മിച്ച പൊഖാറ ഭൈരഹവ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ സാമ്പത്തിക പ്രശ്നം തെളിയിക്കുന്നത് ഇന്ത്യയുടെ സഹകരണമില്ലാതെ നേപ്പാളിൻ്റെ വലിയ നിക്ഷേപങ്ങൾക്ക് ഫലം കാണാൻ കഴിയില്ല എന്നത് തന്നെയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ ഉദാരമായ സമീപനം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഊർജ്ജ മേഖലയിലെ പങ്കാളിത്തമാണ് മറ്റൊരു പ്രധാന ഘടകം. ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ നേപ്പാൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയാണ് അവരുടെ ഏറ്റവും വലിയ വിപണി. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഹരിത ഊർജ്ജ ആവശ്യങ്ങൾക്ക് നേപ്പാളിലെ വൈദ്യുത പദ്ധതികൾ വലിയ തുണയാകും. അതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ കോസി ഖണ്ഡക് ശാരദ തുടങ്ങിയ ജലസേചന കരാറുകൾ പുനഃപരിശോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പരസ്പര അവിശ്വാസം മൂലം തടസ്സപ്പെട്ടു കിടക്കുന്ന പഞ്ചേശ്വർ ബഹുമുഖ പദ്ധതി പോലെയുള്ളവ എത്രയും വേഗം പുനരാരംഭിക്കണം. ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന രാമായണ സർക്യൂട്ട്, ബുദ്ധ സർക്യൂട്ട് തുടങ്ങിയ സാംസ്കാരിക പദ്ധതികൾ നയതന്ത്ര ബന്ധത്തിന് കൂടുതൽ ഊഷ്മളത പകരും. ജനക്പൂരും അയോധ്യയും തമ്മിലുള്ള ബന്ധം പോലെ ലുംബിനിയും ബോധ്ഗയും സാരാനാഥും തമ്മിലുള്ള ബന്ധം പോലെ വേർപ്പെടുത്താനാകാത്ത സാംസ്കാരിക പൈതൃകമാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളത്. ചരിത്രപരമായ തെറ്റിദ്ധാരണകൾ ഇരു രാജ്യങ്ങൾക്കും നഷ്ടങ്ങൾ മാത്രമേ വരുത്തി വെച്ചിട്ടുള്ളൂ. ഇന്ത്യ ഒരു ആഗോള ശക്തിയെ വളരുന്ന യാഥാർത്ഥ്യത്തെ നേപ്പാൾ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേപ്പാളിൻ്റെ പരമാധികാരത്തെയും തന്ത്രപരമായ സ്വയംഭരണത്തെയും ഇന്ത്യയും മാനിക്കുന്നുണ്ട്. അധികാരത്തിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങൾ മറന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇരു രാജ്യങ്ങളിലെയും പൗരന്മാരുടെ ക്ഷേമത്തിന് അനിവാര്യം. ആത്യന്തികമായി സാമ്പത്തിക വികസനത്തിലും മനുഷ്യ വിഭവശേഷി സൂചികയിലും വികസിത ലോകങ്ങളെക്കാൾ പിന്നിലാണ് ഇരു രാജ്യങ്ങളും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരും വികസനം പിന്നോക്കം നിൽക്കുന്നതുമായ പ്രദേശങ്ങൾ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ വടക്കൻ മേഖലകളാണ്. നേപ്പാളിൻ്റെ തെക്കൻ സമതലങ്ങളായ തെരായ് മധേഷ് പ്രദേശത്തെ അവസ്ഥയും സമാനമാണ്. അതിർത്തി പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സാമ്പത്തിക അവസരങ്ങളുടെ അഭാവവും ഇരു രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന വലിയ പരാജയമാണ്. ലോകത്തെ പല അതിർത്തി പ്രദേശങ്ങളും വലിയ സാമ്പത്തിക ഹബ്ബുകളായി മാറുമ്പോൾ ഇന്ത്യ നേപ്പാൾ അതിർത്തികൾ ഇപ്പോഴും പിന്നോക്കാവസ്ഥയിൽ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇരു രാജ്യങ്ങളും ഭരണാധികാരികൾ ഗൗരവമായി ചിന്തിക്കണം. പരസ്പര വിശ്വാസത്തോടെയും ആധുനികമായ കാഴ്ചപ്പാടോടെയും മുന്നോട്ട് പോയാൽ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും ഈ അതിർത്തി മേഖലകളെ പുരോഗതിയുടെ പുതിയ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊണ്ട് തെക്കേ ഏഷ്യയുടെ കാവൽക്കാരനായി നിലകൊള്ളുന്ന നേപ്പാൾ സമീപകാല ചരിത്രത്തിൽ ചൈനയുടെ തന്ത്രപരമായ സ്വാധീന വലയത്തിലേക്ക് അതിവേഗം വഴുതി വീഴുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയുടെ പരമ്പരാഗതമായ സ്വാധീന മേഖലകളിൽ കടന്നുകയറി ഹിമാലയൻ അതിർത്തികളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ബെയ്ജിംഗ് ഭരണകൂടം കോടികളുടെ നിക്ഷേപങ്ങളും അടിസ്ഥാന സൗകര്യ വികസന വാഗ്ദാനങ്ങളുമാണ് കാഠ്മണ്ഡുവിന് മുന്നിൽ വെച്ചു നീട്ടിയത്. എന്നാൽ നേപ്പാളിലെ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളും യുവാവായ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ വിദേശ നയങ്ങളും ഇന്ത്യയുമായി വീണ്ടും ഊഷ്മളമായൊരു ഉഭയകക്ഷി ബന്ധത്തിന് വഴിയൊരുക്കുമ്പോൾ അത് ചൈനയുടെ ഏഷ്യൻ നയതന്ത്ര മോഹങ്ങൾക്ക് ഏൽപ്പിക്കുന്ന തിരിച്ചടി ചെറുതല്ല. രണ്ട് വൻ ശക്തികൾക്കിടയിൽ വെറുമൊരു ബഫർ സ്റ്റേറ്റായി തുടരാനില്ലെന്ന നേപ്പാളിൻ്റെ പ്രഖ്യാപനവും ഇന്ത്യയുമായി ഒപ്പുവയ്ക്കപ്പെടുന്ന പുതിയ സാമ്പത്തിക ഊർജ്ജ കരാറുകളും ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ചൈനയുടെ ആഗോള സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് നേപ്പാൾ നൽകിയ മുൻഗണനകളിൽ വരുന്ന മാറ്റമാണ് ബെയ്ജിങ്ങിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആഘാതം. മുൻപ് അധികാരത്തിലിരുന്ന ഇടതുപക്ഷ സർക്കാരുകൾ ചൈനയുടെ റെയിൽവേ പദ്ധതികൾക്കും റോഡ് വികസനങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ സാമ്പത്തികമായി കനത്ത ബാധ്യത വരുത്തി വയ്ക്കുന്ന ചൈനീസ് പദ്ധതികളേക്കാൾ തങ്ങൾക്ക് കൂടുതൽ പ്രായോഗികവും സാമ്പത്തികമായി ലാഭകരവും തെക്കൻ അതിർത്തിയിലെ രക്സോൾ കാഠ്മണ്ഡു റെയിൽവേ ലൈനാണെന്ന തിരിച്ചറിവ് നേപ്പാളിന് ഉണ്ടായിക്കഴിഞ്ഞു. ചൈനയിൽ നിന്ന് കഠിനമായ ഹിമാലയൻ ഭൂപ്രകൃതി തുരന്ന് നിർമ്മിക്കേണ്ടി വരുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഭീമമായ ചെലവും നേപ്പാളിനെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നു. ഇതിനകം തന്നെ ചൈനീസ് നിക്ഷേപത്തിൽ നിർമ്മിച്ച പൊഖാറ, ഭൈരഹവ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വൻ സാമ്പത്തിക ബാധ്യതയായി മാറിയത് നേപ്പാളിന് മുന്നിലൊരു മുന്നറിയിപ്പാണ്.
ഇന്ത്യയുടെ വ്യോമപാതയോ സാമ്പത്തിക സഹകരണമോ ഇല്ലാതെ ഈ വിമാനത്താവളങ്ങൾ വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി നേപ്പാൾ ഇന്ത്യയിലേക്ക് തിരിയുന്നത് ചൈനയുടെ കടക്കണി നയതന്ത്രത്തിന് ഏറ്റ ഏറ്റവും കടുത്ത തിരിച്ചടിയാണ്. കൂടാതെ ഊർജ്ജ മേഖലയിൽ ഇന്ത്യയുമായി നേപ്പാൾ സ്ഥാപിക്കുന്ന ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തം ചൈനയുടെ വിപണി മോഹങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കും. ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്ന നേപ്പാളിന് തങ്ങളുടെ അധിക വൈദ്യുതി വിൽക്കാൻ ഏറ്റവും അനുയോജ്യമായ വിപണി ഇന്ത്യയാണ്. ചൈനയിലേക്ക് വൈദ്യുതി എത്തിക്കുക എന്നത് ഭൂമിശാസ്ത്രപരമായി അസാധ്യമായ കാര്യമായതിനാൽ ഇന്ത്യയുമായുള്ള ഊർജ്ജ വ്യാപാരം നേപ്പാളിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ്. പഞ്ചേശ്വർ പദ്ധതി പോലെയുള്ള വൻകിട ജലവൈദ്യുത പദ്ധതികൾ ഇന്ത്യയുടെ സഹായത്തോടെ പുനരുജ്ജീവിപ്പിക്കാൻ നേപ്പാൾ തയ്യാറാകുമ്പോൾ ആ മേഖലയിൽ ചൈനയ്ക്ക് ഇടപെടാനുള്ള സാധ്യതകൾ പൂർണ്ണമായും അടയുകയാണ് ചെയ്യുന്നത്. നേപ്പാളിൻ്റെ പ്രകൃതി വിഭവങ്ങളിന്മേൽ സ്വാധീനം ചെലുത്തി ഇന്ത്യയെ തന്ത്രപരമായ പ്രതിരോധത്തിലാക്കാമെന്ന ചൈനയുടെ കണക്കുകൂട്ടലുകൾക്കാണ് ഇവിടെ അന്ത്യം കുറിക്കുന്നത്. നയതന്ത്രപരമായ തലത്തിൽ തെക്കേ ഏഷ്യയിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക എന്ന ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തിനാണ് നേപ്പാളിൻ്റെ ഈ പുതിയ ചുവടുമാറ്റം വഴി മങ്ങലേൽക്കുന്നത്. പാകിസ്ഥാൻ, ശ്രീലങ്ക, മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിൽ സ്വാധീനം ഉറപ്പിച്ചതുപോലെ നേപ്പാളിനെയും ഇന്ത്യക്കെതിരെയുള്ള ഒരു താവളമാക്കാൻ ചൈന ശ്രമിച്ചിരുന്നു. ഇന്ത്യയുമായി തുറന്ന അതിർത്തി പങ്കിടുന്ന നേപ്പാളിൻ്റെ മണ്ണ് ഇന്ത്യക്കെതിരെയുള്ള ചാരപ്രവർത്തനങ്ങൾക്കും സുരക്ഷാ ഭീഷണികൾക്കും ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്ക ദില്ലിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയുമായുള്ള സുരക്ഷാ നയതന്ത്ര ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുന്നതോടെ ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിൽ ചൈന ഉയർത്തിയിരുന്ന തന്ത്രപരമായ സമ്മർദ്ദം ഗണ്യമായി കുറയും. നേപ്പാൾ ചൈനയുമായി തുല്യ അകലം പാലിക്കുമെന്ന പരമ്പരാഗത നയം ഉപേക്ഷിച്ച് ഇന്ത്യയോട് തുല്യ സാമീപ്യം പ്രഖ്യാപിക്കുന്നത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന് വലിയൊരു പരാജയമാണ്. ആത്യന്തികമായി സാംസ്കാരികവും നാഗരികവുമായ ബന്ധങ്ങളെ സാമ്പത്തിക പങ്കാളിത്തവുമായി കൂട്ടിയിണക്കാനുള്ള ഇന്ത്യ നേപ്പാൾ നീക്കം ചൈനയ്ക്ക് ഭൗമ രാഷ്ട്രീയമായി വലിയൊരു പ്രതിരോധം തീർക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിലൂടെയും പണക്കിലുക്കത്തിലൂടെയും നേപ്പാളിലെ ജനങ്ങളെയും ഭരണകൂടത്തെയും സ്വാധീനിക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞേക്കുമെങ്കിലും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന റോട്ടി ബേട്ടി ബന്ധത്തെയോ രാമായണ ബുദ്ധ സർക്യൂട്ടുകൾ പോലെയുള്ള ആത്മീയ സമ്പർക്കങ്ങളെയോ മറികടക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് സാധിക്കില്ല. അതിർത്തി പ്രദേശങ്ങളായ ബീഹാറും ഉത്തർപ്രദേശും നേപ്പാളിൻ്റെ തേരായ് മേഖലയുമായി ചേർന്ന് വലിയൊരു സാമ്പത്തിക ഹബ്ബായി വികസിക്കാൻ പോകുന്നത് ചൈനയുടെ വടക്കൻ അതിർത്തികളിലെ വികസന മാതൃകകൾക്കുള്ള ശക്തമായ മറുപടിയായിരിക്കും. ചുരുക്കത്തിൽ നേപ്പാളിനെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്തി തെക്കേ ഏഷ്യയിൽ തങ്ങളുടെ സാമ്രാജ്യം വിസ്തൃതമാക്കാൻ ശ്രമിച്ച ചൈനയ്ക്ക് നേപ്പാളിൻ്റെ ഈ പുതിയ ഇന്ത്യ അനുകൂല നിലപാടുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ കനത്ത നയതന്ത്ര തിരിച്ചടി തന്നെയാണ് സമ്മാനിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.